മനുഷ്യനും മണ്ണിനും കാടിനും പുഴകൾക്കും ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനും പത്രപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ സലാമാഷ് നടുക്കണ്ടിയുടെ വിയോഗത്തിൽ അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. ചേന്ദമംഗല്ലൂർ അധ്യാപക കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പാണ് ഉദയം ഹാളിൽ വേദിയൊരുക്കിയത്. പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും ഒരുപോലെ സംരക്ഷിക്കണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ വേർപാട് പരിസ്ഥിതി രംഗത്തിനും നാടിനും തീരാ നഷ്ടമാണ് സംഭവിച്ചത്. മാധ്യമമേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സ്കൂൾ അധ്യാപനത്തിലും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് മുഖ്യപ്രഭാഷണത്തിലും ആശംസപ്രസംഗത്തിൽ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടി. മികച്ച അധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ അവാർഡും നേടിയിട്ടുണ്ട്. 2 പതിറ്റാണ്ടിലേറെ കാലം ചേന്ദമംഗല്ലൂർ GMUP സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു മാഷിന്റെ മുഖ്യ വിഷയം. തമാശകളിലൂടെ അധ്യാപനം വിദ്യാർത്ഥികൾ മാഷിനെ ഏറെ പ്രിയങ്കരനാക്കി. സന്ദർഭത്തിനനുസരിച്ചുള്ള തമാശകൾ കോരിയിട്ടുള്ള മാഷിന്റെ സമീപനം അധ്യാപകർക്കും വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെട്ട മാഷാക്കി ഒത്തിരി സംഭവങ്ങളും ഓർമ്മകളും ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരും സഹപാഠികളായ സുഹൃത്തുക്കളും അനുസ്മരണ സംഗമത്തിൽ പങ്കിട്ടു. സലാമാഷിന്റെ മകനും മാധ്യമപ്രവർത്തകനുമായ സാമിർ സലാമിന്റെ അനുശോചന സന്ദേശം KT ഹാഷിം സദസ്സിൽ വായിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഈ കുറഞ്ഞ 2 മണിക്കൂർ മുമ്പ് സാമിർ സലാം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കൂടി വേണ്ടി ഞാൻ വായിക്കുകയാണ്. ബാപ്പ പോയിട്ട് 7 പകലും 7 രാത്രിയും ഈ ദിവസങ്ങളിൽ ഇടമുറിയാതെ ഞങ്ങളെ വന്നു പൊതിഞ്ഞ സ്നേഹത്തിന് ഇപ്പോഴും വീട്ടിലേക്ക് വന്നെത്തുന്ന ബാപ്പയുടെ ശിഷ്യരോട്, സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകരോട്, പരിചയക്കാരോട് നന്ദി. നേരിട്ടും ഫോണിലും പിന്നെ എണ്ണിയെടുക്കാൻ പറ്റാത്തത്ര കുറിപ്പുകളിലും പ്രാർത്ഥനകളിലും ചേർത്തു പിടിച്ച ആശ്വസിപ്പിച്ച എല്ലാവരെയും കടപ്പാടോടെ ഓർക്കുന്നു. ബാപ്പയെപ്പറ്റി പറഞ്ഞും എഴുതിയും ഇട്ട എല്ലാ നല്ല വാക്കുകളും കണ്ണീരിന്റെ അലകളിലൂടെ ഞങ്ങൾ കേട്ടു വായിച്ചു. എല്ലാറ്റിനും നന്ദി. ആരോടും വലിപ്പച്ചെറുപ്പമില്ലാതെ ജനങ്ങളുടെ നടുവിൽ അസാധാരണമായി ആഘോഷപൂർവ്വം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഒറ്റ വാചകത്തിൽ അദ്ദേഹം. കുഞ്ഞുനാളിൽ നാട് ചുറ്റിയും സിനിമ കണ്ടും ഭക്ഷണം കഴിച്ചുമൊക്കെ രാത്രി വൈകി വീട്ടിലേക്ക് നടക്കുമ്പോൾ ചുവട്ടും വീശി മുന്നിൽ നടക്കുന്ന ബാപ്പയുടെ ചിത്രമുണ്ട് ഞങ്ങളുടെ ഓർമ്മയിൽ. അതേ വെളിച്ചം പറ്റി വഴി പരതി ഞങ്ങൾ മുന്നോട്ട്. 78 വർഷം നീണ്ട ജീവിതത്തിൽ സലാം മാഷ് ഇടപഴകിയ എല്ലാ മനുഷ്യർക്കും കുടുംബത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ഹമീദ് ചേന്ദമംഗല്ലൂർ മുഖ്യ പ്രഭാഷണം നടത്തി. സലാമാഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ മാഷ്, അധ്യാപകൻ എന്നൊക്കെ വേണം. അത് അധ്യാപകനായിരുന്നു, പുതുതായിട്ട് നല്ല അധ്യാപകനായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ ഒരേ സമയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഒരു അധ്യാപകന് കിട്ടാത്ത ഏറ്റവും വലിയ ബഹുമതിയാണ്. അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സലാം മാഷ് ഒരു ബോൺ സോഷ്യൽ ആക്ടിവിസ്റ്റായിരുന്നു. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ, ഒരു സാമൂഹിക പ്രവർത്തകനായി ജനിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം അധ്യാപകനായിരുന്ന കാലത്തും ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഏതാണ്ട് മരണം വരെ അദ്ദേഹം സോഷ്യൽ ആക്ടിവിസത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. റിട്ടയർ പ്രധാനാധ്യാപകൻ KT അബ്ദുസമദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബനൂജ വടക്ക് വീട്ടിൽ, മുൻ കൗൺസിലർ M മധു, T അബ്ദുല്ല മാസ്റ്റർ, പ്രഥമ അധ്യാപകൻ K വാസു മാസ്റ്റർ, K സുരേന്ദ്രൻ, K സുബൈർ, K മുഹമ്മദ് കുട്ടി, മെഹറുന്നീസ ടീച്ചർ, P മുസ്തഫ മാസ്റ്റർ, O സഫിയ ടീച്ചർ, T റസിയ, അബ്ദുല്ല മാസ്റ്റർ, നാഗർ, ശൈലജ ടീച്ചർ, KT നജീബ് ബന്ന ചേന്ദമംഗല്ലൂർ, O ഷരീഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.